السلام عليكم ورحمة الله. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സഹാബാക്കളിൽ ഏറ്റവും ആദ്യത്തേത് ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷിനെ കുറിച്ചാണ്. അങ്ങയുടെ മാതാവ് ഉമൈമ ബിൻത് അബ്ദുൽ മുത്തലിബ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധത്തിൽ അമ്മായിയായിരുന്നു. അങ്ങനെ അദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ വകയിൽ ഉള്ള സഹോദരൻ ആയിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാറുൽ അർക്കമിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ദാറുൽ അർക്കം ആ ഭവനം ആണ്, അല്ലെങ്കിൽ കേന്ദ്രം ആണ്. അത് ഒരു നവ മുസ്ലിം അർക്കം ഇബ്നു അർക്കമിന്റെ ഭവനമായിരുന്നു. അവിടെ മുസ്ലിങ്ങൾ ഒരുമിച്ചു കൂടാറുണ്ടായിരുന്നു. മക്കയിൽ നിന്ന് അല്പം അകലെയായിരുന്നു. ഈ വീട് ദീൻ പഠിക്കാനും ഇബാദത്തുകളും മറ്റും നടത്താനും വേണ്ടിയുള്ള ഒരു കേന്ദ്രം ആയിരുന്നു. ഈ പ്രസിദ്ധി കാരണം ഇതിന്റെ പേര് ദാറുസ്സലാം എന്ന പേരിലും പ്രസിദ്ധി നേടി. 3 വർഷം വരെ ഇത് മക്കയിൽ മർക്കസ് ആയിരുന്നു. അവിടെ രഹസ്യമായി ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസുകൾ നടക്കാറുണ്ടായിരുന്നു. പിന്നീട് ഹസ്രത്ത് ഉമർ ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം തുറന്ന നിലയിൽ പുറത്തു വരാൻ തുടങ്ങി. ഹസ്രത്ത് ഉമർ ഈ കേന്ദ്രത്തിൽ ഇസ്ലാം സ്വീകരിച്ച അവസാനത്തെ വ്യക്തിയായിരുന്നു എന്ന് റിവായത്തുകളിൽ കാണാം. ഏതായിരുന്നാലും ഈ കേന്ദ്രം ഉണ്ടാകുന്നതിനു മുമ്പ് തന്നെ ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷ് ഇസ്ലാം സ്വീകരിച്ചിരുന്നു. റിവായത്തിൽ വരുന്നു, ഖുറൈശി മുശ്രിക്കീങ്ങളുടെ അക്രമത്തിന്റെ കരങ്ങളിൽ നിന്ന് അങ്ങയുടെ കുടുംബവും സുരക്ഷിതമായിരുന്നില്ല. അദ്ദേഹം തന്റെ 2 സഹോദരന്മാരും ഹസ്രത്ത് അബൂ ഉമർ, ഉബൈദുല്ല എന്നിവരുമായും തന്റെ സഹോദരിമാർ ഹസ്രത്ത് സൈനബ് ബിൻത് ജഹഷ്, ഹസ്രത്ത് ഉമ്മ ഹബീബ, ഹസ്രത്ത് ഹംസ ബിൻ ജഹഷ് എന്നിവരോടൊപ്പം
2 തവണ ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്തു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഉബൈദുള്ള ഹബ്ഷയിൽ പോയി ക്രിസ്ത്യാനിയായി. അവിടെ ക്രിസ്ത്യാനിയായിക്കൊണ്ട് തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഹസ്രത്ത് ഉമ്മ ഹബീബ ബിൻത്ത് അബൂ സുഫിയാൻ ഹബ്ഷയിൽ തന്നെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിച്ചു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷ് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്യുന്നതിനു മുമ്പ് മക്കയിൽ വന്നു. ഇവിടെ നിന്ന് തന്റെ ഗോത്രം ബനു ഗനമിൽ ബുൽദാനിലെ എല്ലാ സഹോദരങ്ങളും ഇസ്ലാമിന്റെ വൃത്തത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. അവരെ എല്ലാവരെയും കൂട്ടി മദീനയിലെത്തി. അദ്ദേഹം ഇപ്രകാരം തന്റെ ബന്ധുക്കളെ മക്കയിൽ നിന്ന് കാലിയാക്കി. അവരുടെ മുഹല്ല ജനശൂന്യമായി. ഒരുപാട് വീടുകൾ പൂട്ടിയിട്ടു. ഇതേ അവസ്ഥ തന്നെയാണ് ഇന്ന് പാകിസ്ഥാനിൽ ചില സ്ഥലങ്ങളിൽ അഹമ്മദികളോടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചില ഗ്രാമങ്ങൾ തന്നെ ശൂന്യമായിക്കൊണ്ടിരിക്കുന്നു. ഇബ്നു ഇസ്ഹാഖ് പറയുന്നു, ബനു ജഹഷ് ബിൻ റിയാദ് മക്കയിൽ നിന്ന് ഹിജ്റത്ത് ചെയ്തപ്പോൾ അബൂ സുഫിയാൻ ബിൻ ഹറബ് അവരുടെ ഭവനങ്ങളെ അമ്ർ ബിൻ അൽഖമയുടെ കൈകൾ കൊണ്ട് വിൽക്കുകയുണ്ടായി. ഈ വാർത്ത ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷിനെത്തിയപ്പോൾ അദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ അബ്ദുല്ല, നീ ഈ കാര്യത്തിൽ തൃപ്തനല്ലേ? അള്ളാഹു ഇതിനു പകരമായി നിനക്ക് സ്വർഗത്തിൽ വലിയ ഭവനങ്ങൾ നൽകും. ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷ് പറഞ്ഞു, തീർച്ചയായും യാ റസൂലുള്ളാഹ്, ഞാൻ തൃപ്തനാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, മതി, ആ ഭവനങ്ങൾ നിനക്ക് വേണ്ടിയുള്ളതാണ്. അതായത് നീ ഉപേക്ഷിച്ച ഈ വീടുകൾ, അതിനു പകരം നിനക്ക് സ്വർഗത്തിൽ സ്ഥലം ലഭിക്കും. അവിടെ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകും. ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘമാക്കിക്കൊണ്ട് നഖ്ല താഴ്വരയിലേക്ക് അയക്കുകയുണ്ടായി. അതിന്റെ പരാമർശം ഇപ്രകാരം നമുക്ക് കാണാം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇശാ നമസ്കാരം അനുഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷിനോട് പറഞ്ഞു, രാവിലെ തന്റെ യുദ്ധങ്ങൾ കൊണ്ട് വിഭൂഷിതനായി വരിക. താങ്കളെ ഒരു സ്ഥലം വരെ അയക്കേണ്ടതുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജർ നമസ്കാരം അനുഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷിനെ തന്റെ അമ്പും വില്ലും കുന്തവും പരിചയവും ഉൾപ്പെടെ തന്റെ വീടിന്റെ വാതിൽക്കൽ കാത്തിരിക്കുന്നതായി കാണാൻ സാധിച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബിനെ വിളിപ്പിച്ചു. അദ്ദേഹത്തോടൊരു കത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞു. ആ കത്ത് എഴുതി കഴിഞ്ഞപ്പോൾ ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷിനെ വിളിപ്പിച്ച് ആ കത്ത് അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ താങ്കളെ ഈ ജമാഅത്തിന്റെ മേൽനോട്ടക്കാരനായി അയക്കുന്നു. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ അയച്ച സംഘത്തിന്റെ അതിനൊരു ജമാഅത്താക്കിയിരുന്നു, ഒരു സംഘമാക്കിയിരുന്നു. പറഞ്ഞു, അങ്ങനെയല്ല, ചരിത്രത്തിൽ ഇപ്രകാരം വരുന്നു, അവിടുന്ന് ആദ്യം ഈ സംഘത്തിന്റെ മേൽനോട്ടക്കാരനായി ഹസ്രത്ത് ഉബൈദ ബിൻ ഹാരിസിനെയാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പുറപ്പെടുന്നതിനു മുമ്പ് വിട പറയാൻ വേണ്ടി അദ്ദേഹം തന്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടികൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്കൽ വന്നുകൊണ്ട് കരയാൻ തുടങ്ങി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷിനെ പകരം ഇവരോടൊപ്പം അയച്ചു. അമീറായിക്കൊണ്ട് ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷിനെ അയക്കുന്നതിനു മുമ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അമീറുൽ മുഅ്മിനീൻ എന്ന് വെച്ചു. സീറത്തുൽ ഹൽബിയയിൽ ഇത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷ് ആദ്യത്തെ സൗഭാഗ്യവാനായ സഹാബിയായിരുന്നു. ആരെയാണോ ഇസ്ലാമിക കാലഘട്ടത്തിൽ അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനനാമം നൽകിയിരുന്നത്. ഹസ്രത്ത് മുസ്ലിമോദ് റളിയല്ലാഹു തആല അൻഹു
യസ് അലൂനക്ക അനിൽ ഹറാമി കിതാലുൻ ഫീഹി എന്ന ആയത്തിന് നൽകിയ വിശദീകരണത്തിൽ ഈ സംഭവത്തിന്റെ കാര്യം പരാമർശിച്ചുകൊണ്ട് ഈ വാക്കുകളിൽ പറയുന്നു: റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹിജ്റത്ത് ചെയ്ത് മദീന മുനവ്വറയിൽ എത്തിയപ്പോൾ അതിനുശേഷവും മക്കക്കാരുടെ കോപാവേശത്തിനൊരു കുറവും ഉണ്ടായില്ല. എന്നല്ല, അവർ മദീനക്കാരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നിങ്ങൾ ഞങ്ങളുടെ ആളുകളെ നിങ്ങളുടെ പക്കൽ അഭയം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരേ ഒരു മാർഗം മാത്രമാണുള്ളത്. ഒന്നുകിൽ നിങ്ങൾ അവരെ എല്ലാവരെയും വധിക്കുക, അല്ലെങ്കിൽ മദീനയിൽ നിന്ന് പുറത്താക്കുക. അല്ല എങ്കിൽ ഞങ്ങൾ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ മദീനയെ ആക്രമിക്കും. അങ്ങനെ നിങ്ങളെ എല്ലാവരെയും തന്നെ വധിച്ചുകൊണ്ട് നിങ്ങളുടെ സ്ത്രീകളെ പിടിച്ചെടുക്കും. പിന്നീട് അവർ ഭീഷണിയിൽ ഒതുക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് മദീനയെ ആക്രമിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ തുടങ്ങി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ ഈ ദിവസങ്ങളിൽ ഇപ്രകാരം ആയിരുന്നു. ചില സമയത്ത് അവിടുന്ന് മുഴുവൻ രാത്രിയും ഉണർന്നിരുന്ന് കഴിച്ചുകൂട്ടുമായിരുന്നു. അതുപോലെ തന്നെ സഹാബാക്കളും രാത്രികളിൽ ആയുധം ധരിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങിയിരുന്നത്. കാരണം രാത്രിയുടെ ഇരുട്ടിൽ ശത്രുക്കൾ പെട്ടെന്ന് ആക്രമിക്കാതിരിക്കുന്നതിനു വേണ്ടി. ഈ അവസ്ഥയിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത് മദീനയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ വസിക്കുന്ന ഗോത്രങ്ങളുമായി കരാറുകളിൽ ഏർപ്പെടാൻ തുടങ്ങി. അഥവാ അത്തരം സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മുസ്ലിങ്ങളോടൊപ്പം നിൽക്കുന്നതായിരിക്കും അവർ. മറുഭാഗത്ത് ഇത്തരത്തിലുള്ള വാർത്തകൾ കാരണം ഖുറൈശികൾ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഹിജ്രി 2 ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ജഹഷിന്റെ നേതൃത്വത്തിൽ 12 ആളുകളോടൊപ്പം നഖ്ലയിലേക്ക് ഒരു സംഘത്തെ അയച്ചു. അദ്ദേഹത്തിന് ഈ കത്ത് നൽകിക്കൊണ്ട് പറഞ്ഞു, അത് 2 ദിവസത്തിനു ശേഷം തുറക്കുക. ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ജഹഷ് 2 ദിവസത്തിനു ശേഷം കത്ത് തുറന്നപ്പോൾ അതിൽ എഴുതിയിരുന്നു, നിങ്ങൾ നഖ്ലയിൽ താമസിക്കുക, എന്നിട്ട് ഖുറൈശികളെ കുറിച്ച് അറിവ് കരസ്ഥമാക്കി എന്നെ അറിയിക്കുക. അവിചാരിതമായി അങ്ങനെ സംഭവിച്ചു. ഇതിനിടയ്ക്ക് ഖുറൈശികളുടെ ഒരു ചെറിയ സംഘം അവിടെ സിറിയയിൽ നിന്ന് കച്ചവട സാധനങ്ങളുമായിക്കൊണ്ട് തിരിച്ചു വരികയായിരുന്നു. അതിലൂടെ കടന്നുപോയി. ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ജഹഷ് വ്യക്തിപരമായ ഗവേഷണത്തിലൂടെ പ്രവർത്തിച്ചു. അങ്ങനെ അവരുടെ മേൽ ആക്രമണം നടത്തി. അതിന്റെ ഫലമായി നിഷേധികളിൽ ഒരാൾ അംർ ബിൻ അൽ ഹസ്റജി വധിക്കപ്പെട്ടു. 2 പേർ തടവിലായി. യുദ്ധം മുതലും മുസ്ലിങ്ങൾ കൈവശപ്പെടുത്തി. അവർ മദീനയിൽ തിരിച്ചെത്തി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സംഭവം വിവരിച്ചപ്പോൾ അവിടുന്ന് വളരെയധികം ദേഷ്യപ്പെട്ടു. പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള അനുവാദം നൽകിയിരുന്നില്ല. യുദ്ധം മുതൽ സ്വീകരിക്കുന്നതും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസമ്മതിച്ചു. ഇബ്നു ജരീർ ഹസ്രത്ത് ഇബ്നു അബ്ബാസിന്റെ റിവായത്തിലൂടെ എഴുതുന്നു, ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ജഹഷും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ നിന്നും ഈ തെറ്റ് സംഭവിച്ചു. അവർ ചിന്തിച്ചു, ഇപ്പോൾ റജബ് മാസം തുടങ്ങിയിട്ടില്ല, എന്നാൽ റജബ് മാസം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവർ വിചാരിച്ചു, ഇപ്പോൾ ജമാദി ഉസ്സാനി 30 റജബ് മാസം തുടങ്ങിക്കഴിഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും അംർ ബിൻ അൽ ഹജ്റവി ഒരു മുസ്ലിമിന്റെ കൈകൊണ്ട് വധിക്കപ്പെട്ടതുകൊണ്ട് മുശ്രിക്കീങ്ങൾ ഈ കാര്യത്തിൽ കോലാഹലമുണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് ഈ പരിശുദ്ധ മാസങ്ങളുടെ പവിത്രതയുടെ സംരക്ഷണവും ഇല്ല. അതിൽ എല്ലാവിധത്തിലുള്ള യുദ്ധവും ബന്ധായിരിക്കും. മുസ്ലിമോദ് പറയുകയാണ്, അള്ളാഹു ഈ ആയത്തിൽ ഈ ആക്ഷേപത്തിന് മറുപടി നൽകിക്കൊണ്ട് പറയുന്നു, നിശ്ചയമായും ഈ മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്നത് അങ്ങേയറ്റം അനിഷ്ടകരമായ കാര്യമാണ്, അള്ളാഹുവിന്റെ പക്കൽ പാപമാണ്. എന്നാൽ ഇതിനേക്കാൾ അനിഷ്ടകരമായ കാര്യം ഇതാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുക, അള്ളാഹുവിന്റെ തൗഹീദിനെ നിഷേധിക്കുക, മസ്ജിദ് ഹറാമിന്റെ പവിത്രതയെ തള്ളിക്കളയുക, അതിലെ വാസികളെ ഒരുവിധ കുറ്റവും ഇല്ലാതെ കേവലം അവർ ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന കാരണം കൊണ്ട് മാത്രം തങ്ങളുടെ വീടുകളിൽ നിന്ന് അവരെ പുറത്താക്കുക. നിങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടായി, എന്നാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങൾ സ്വയം എത്ര വലിയ കുറ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിഷേധിച്ചുകൊണ്ട്, മസ്ജിദ് ഹറാമിന്റെ പവിത്രതയെ തള്ളിക്കളഞ്ഞുകൊണ്ട്, അതിലെ താമസക്കാരെ അവിടെ നിന്ന് പുറത്താക്കിക്കൊണ്ട് എത്ര അനിഷ്ടകരമായ പ്രവൃത്തികളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്വയം ഇത്തരം നീചമായ പ്രവർത്തനങ്ങൾ ചെയ്തു എങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങളുടെ മേൽ ഏതു വായ കൊണ്ടാണ് ആരോപണം ഉന്നയിക്കുന്നത്? ഇവരിൽ നിന്നാകട്ടെ അറിയാതെയാണ് ഈ തെറ്റ് സംഭവിച്ചത്, എന്നാൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബുഖാരിയിൽ
ഒരു ഹദീസിന് വിശദീകരണം നൽകിക്കൊണ്ട് ഹദ്റത്ത് സയ്യിദ് സൈനുൽ ആബിദീൻ വലിയുള്ള ഷാ സാഹിബ് അബ്ദുല്ല ബിൻ ജഹഷിന്റെ നേതൃത്വത്തിൽ അയക്കപ്പെട്ട സംഘത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അവിടുന്ന് ആ വിശദീകരണത്തിൽ എഴുതുന്നു, സംഭവങ്ങൾ പറഞ്ഞു തരുന്നത് ഈ സംഘത്തെ ഏതൊരു ഉദ്ദേശത്തിനു വേണ്ടിയാണോ അയച്ചിരുന്നത് അതിൽ അവർക്ക് പൂർണ്ണമായ വിജയം ലഭിച്ചു എന്നാണ്. അവർ തടവുകാർ മുഖേന മക്കയിലെ ഖുറൈശികളുടെ പദ്ധതികളും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഉറച്ച കാര്യങ്ങൾ കരസ്ഥമാക്കി. ഈ സംഘത്തിലുണ്ടായ അപകടം അവിചാരിത സംഭവമായിരുന്നു. ചില ചരിത്രകാരന്മാർ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സംഘത്തിലെ ചില ആളുകൾക്ക് മുഹാജിരീങ്ങളുടെ നശിപ്പിച്ചു കളഞ്ഞ സ്വത്തിന്റെ പരിഹാരത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടായി. ഈ അഭിപ്രായം ശരിയല്ല. മറിച്ച് ഈ സംഘത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ഇതായിരുന്നു: ഹജ്റമിയുടെ സംഘം മുഖേന അബൂ സുഫിയാൻ ബിൻ ഹറബിന്റെ നേതൃത്വത്തിൽ പോകുന്ന സംഘത്തിന്റെ ലക്ഷ്യവും ഉദ്ദേശവും മക്കയിലെ ഖുറൈശികളുടെ യുദ്ധ ഉദ്ദേശത്തെക്കുറിച്ച് ശരിയായ അറിവ് കരസ്ഥമാക്കുക എന്നതായിരുന്നു. ഈ ഒരു ജോലിയാണ് രഹസ്യമായ നിലയിൽ അവരെ ഏൽപ്പിച്ചിരുന്നത്. അതുകൊണ്ട് അവർ ഈ ചെറിയ സംഘത്തെ തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തിക്കളഞ്ഞില്ല. ഈ ചിന്താഗതി വളരെ വിദൂരമാണ്. അവരെ അയക്കപ്പെട്ടത് മക്കയിലെ ഖുറൈശികളുടെ യുദ്ധത്തെക്കുറിച്ചുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചറിയാൻ വേണ്ടിയാണ്. എന്നാൽ അവർ സംഘത്തിലെ കൊള്ളയടിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് തിരിച്ചെത്തുന്നത് മതിയായതായി മനസ്സിലാക്കി എന്നത്. ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷ് വളരെ ഉന്നതനായ ഒരു സഹാബിയായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മകനും ആയിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വസ്തനായ രഹസ്യം സൂക്ഷിക്കുന്ന ആളെ ഈ പദ്ധതിക്കായി തിരഞ്ഞെടുത്തു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ഖുറൈശികളുടെ യുദ്ധത്തിന്റെ തയ്യാറെടുപ്പിനെ കുറിച്ച് അറിയാൻ സാധിച്ചപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും തയ്യാറെടുപ്പ് തുടങ്ങി. ഈ തയ്യാറെടുപ്പിൽ പൂർണ്ണമായും രഹസ്യമായ നിലയിൽ പ്രവർത്തിച്ചു. എഴുതുന്നു, നിശ്ചയമായും യുദ്ധചരിത്രത്തിൽ അങ്ങനെയുള്ള റിവായത്തുകൾ കാണാം. അതായത് യുദ്ധങ്ങളെക്കുറിച്ച് എഴുതിയ റിവായത്തുകളിൽ ഇത് കാണാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബ്ദുല്ല ബിനു ജഹഷിന്റെയും സുഹൃത്തുക്കളുടെയും മേൽ അനിഷ്ടം പ്രകടിപ്പിച്ചു. എന്നാൽ ഈ അനിഷ്ടം ഈ കാരണം കൊണ്ടായിരുന്നു. കാരണം അവരുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട അത്തരം സാഹചര്യമുണ്ടായി. അത് ഫിത്നയ്ക്ക് കാരണമാകുമായിരുന്നു. എന്നാൽ ചില കാര്യങ്ങൾ ചില സമയത്ത് പ്രത്യക്ഷത്തിൽ തെറ്റ് സംഭവിച്ചതായി തോന്നും. എന്നാൽ അത് ദൈവ നിശ്ചയപ്രകാരമാണ് സംഭവിക്കുന്നത്. ചില നിസ്സാര സംഭവങ്ങൾ അനിതര സാധാരണമായ ഫലങ്ങളായി പരിണമിക്കുന്നു. ഹസ്രത്ത് അബ്ദുല്ല ബിനു ജഹഷിന്റെ സംഘത്തെ അയച്ചിരുന്നില്ലായിരുന്നുവെങ്കിൽ, അവരിൽ നിന്ന് സംഭവിച്ചത് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ സിറിയയിൽ നിന്ന് വരാനിരിക്കുന്ന സംഘം മക്കയിൽ ഒരു ഭയവും ഇല്ലാതെ എത്തുമായിരുന്നുവെങ്കിൽ, ഖുറൈശികൾ ആ സംഘത്തിൽ നിന്ന് പ്രയോജനമെടുത്ത് വളരെ വലിയ തയ്യാറെടുപ്പോടുകൂടി മുസ്ലിങ്ങളെ ആക്രമിക്കുമായിരുന്നു. അക്രമത്തെ നേരിടുക എന്നത് എണ്ണം കുറവും സാധന സാമഗ്രികൾ ഇല്ലാത്തവരുമായ സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായിരുന്നു. എന്നാൽ ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷിന്റെ സംഘം കൊണ്ട് അഹങ്കാരികളായ ഖുറൈശി നേതാക്കന്മാർ കോപാഗ്നി കൊണ്ട് ജ്വലിച്ചു. ഈ കോപവും അഹങ്കാരവും കൊണ്ട് പെട്ടെന്ന് ആയുധധാരികളായ സൈന്യത്തെയും കൊണ്ട് ഈ ഒരു ഭാവനയിൽ ബദർ എന്ന സ്ഥലത്ത് അവർ എത്തി. അവരുടെ സംഘത്തെ രക്ഷപ്പെടുത്തണം. അവർക്ക് അറിയില്ലായിരുന്നു അവിടെയാണ് അവരുടെ മരണം വിധിക്കപ്പെട്ടിരിക്കുന്നത്. മറുഭാഗത്ത് ഈ കാര്യത്തിനും സാധ്യതയുണ്ടായിരുന്നു. അഥവാ സഹാബാക്കൾക്ക് ഇതറിയാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഒരു ആയുധധാരികളായ സൈന്യത്തെ നേരിടാനായി അവരെ കൊണ്ടുപോവുകയാണ്. അവരിൽ ചിലർ സംശയത്തിൽ അകപ്പെടുമായിരുന്നു. അതുകൊണ്ട് രഹസ്യ സ്വഭാവം യുദ്ധത്തിന്റെ പ്രവർത്തനത്തിന് ഫലം നൽകി. അതിനെ ഇന്നുവരെ യുദ്ധത്തിൽ സാങ്കേതിക ഭാഷയിൽ ഓട്ട് എന്ന് പറയപ്പെടുന്നു. ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ഉള്ള സ്നേഹം അദ്ദേഹത്തെ മുഴുലോകത്തിൽ നിന്നും വിരക്തനാക്കിയിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ കേവലം ഇതുമാത്രം: പ്രിയപ്പെട്ട ജീവൻ ഏതെങ്കിലും വിധത്തിൽ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ത്യജിക്കണം. അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹം പൂർത്തിയായി.
അൽ മുജദ്ദഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെവി ഛേദിക്കപ്പെട്ടവൻ എന്ന അദ്ദേഹത്തിന്റെ പേര് പ്രത്യേക അടയാളമായി മാറി. ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷ് ദുആ ഏതു വിധത്തിലാണ് സ്വീകരിക്കപ്പെട്ടിരുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഷഹാദത്ത് സംഭവത്തിന് മുമ്പുള്ള ഒരു ദുആ സ്വീകാര്യതയുടെ സംഭവം വളരെ പ്രസിദ്ധമാണ്. ഇസ്ഹാഖ് ബിൻ സഅദ് ബിൻ അബി വക്കാസ് തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷ് തന്റെ പിതാവ് അതായത് സഅദിനോട് ഉഹദ് ദിവസം പറഞ്ഞു, വരൂ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അങ്ങനെ രണ്ടുപേരും ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. ആദ്യം സഅദ് ദുആ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നാളെ ശത്രുക്കളെ കാണുമ്പോൾ ഞാൻ നേരിടുന്ന വ്യക്തി അക്രമത്തിൽ ശക്തനായ ആളായിരിക്കണം, അയാളുടെ വീര്യം മുൻകടന്നതായിരിക്കണം. ഞാൻ അയാളെ നേരിടുകയും നിന്റെ മാർഗത്തിൽ അയാളെ വധിച്ചു കളയുകയും ചെയ്യട്ടെ. അയാളുടെ ആയുധങ്ങൾ എടുക്കുകയും. അപ്പോൾ അബ്ദുല്ല ബിൻ ജഹഷ് ആമീൻ എന്ന് പറഞ്ഞു. അതിനുശേഷം ഹദ്റത്ത് അബ്ദുല്ല ബിൻ ജഹഷ് ഇപ്രകാരം ദുആ ചെയ്തു, അല്ലാഹുവേ, നാളെ എന്റെ മുന്നിൽ അത്തരത്തിലുള്ള ഒരാൾ വരട്ടെ. അയാൾ അക്രമത്തിൽ ശക്തനും അയാളുടെ വീര്യം മുൻകടന്നതുമായിരിക്കണം. അയാളോട് ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും അയാൾ എന്നോട് യുദ്ധം ചെയ്യുകയും അയാൾ ജയിച്ച് എന്നെ വധിക്കുകയും എന്നെ പിടിച്ച് എന്റെ മൂക്കും ചെവിയും ഛേദിച്ചു കളയുകയും അങ്ങനെ ഞാൻ നിന്റെ മുമ്പിൽ ഹാജരാകുമ്പോൾ നീ എന്നോട് ചോദിക്കണം, ഓ അബ്ദുല്ല, ആരുടെ മാർഗത്തിലാണ് നിന്റെ മൂക്കും നിന്റെ 2 ചെവികളും ഛേദിക്കപ്പെട്ടത്? ഞാൻ പറയും, നിന്റെയും നിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മാർഗത്തിൽ. മറുപടിയായി നീ ഇപ്രകാരം പറയണം, നീ സത്യമാണ് പറഞ്ഞത്. സയ്യിദ് പറയുന്നു, ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹസിന്റെ ഈ ദുആ എന്റെ ദുആയേക്കാൾ ഉന്നതമായിരുന്നു. അതുകൊണ്ടാണ് അവസാന ദിവസം ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ മൂക്കും 2 ചെവികളും ഒരു നൂലിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു, അതായത് ഛേദിക്കപ്പെട്ടിരുന്നു. ഇത് അക്രമപരമായ പ്രവൃത്തിയാണ്. ഈ കാഫിറുകൾ അത്തരത്തിലുള്ള പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് തന്നെയാണ് ചിലപ്പോൾ ഇന്നും ചില തീവ്രവാദികളായ മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹസ്രത്ത് മുത്തലിബ് ബിൻ അബ്ദുല്ല ബിൻ അൽതുഫ് നിവേദനം ചെയ്യുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതു ദിവസമാണോ ഉഹദ് ഭാഗത്തേക്ക് പുറപ്പെട്ടത്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഷേഖൈനും മദീനയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് തങ്ങി അവിടെ രാത്രി കഴിച്ചുകൂട്ടി. ഹസ്രത്ത് ഉമ്മെ സൽമ ഒരു ചുട്ടെടുത്ത ആട്ടിന്റെ കൈഭാഗം കൊണ്ടുവന്നു. അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചു. അതുപോലെ തന്നെ നബീസും കൊണ്ടുവന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നബീസും കുടിച്ചു. നബീസ് ഒരു തരത്തിലുള്ള പാനീയമാണ് എന്ന് തോന്നുന്നു. പിന്നീട് അയാൾ ആ നബീസ് ഗ്ലാസ് എടുത്തു, എന്നിട്ട് അതിൽ നിന്ന് അല്പം കഴിച്ചു. പിന്നീട് ആ ഗ്ലാസ് ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷ് വാങ്ങിച്ചു, അത് കുടിച്ചു തീർത്തു. ഒരാൾ പറഞ്ഞു, അല്പം എനിക്കും നൽകിയാലും, നിങ്ങൾക്കറിയാമോ നാളെ രാവിലെ എവിടെ പോകുമെന്ന്? ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷ് പറഞ്ഞു, അബ്ദുല്ല, അതെ, എനിക്ക് അറിയാം. എനിക്ക് അള്ളാഹുവിനെ വയറു നിറഞ്ഞ അവസ്ഥയിൽ കണ്ടുമുട്ടുക എന്നത്, അതായത് നല്ലതുപോലെ ഭക്ഷണം കഴിച്ച രീതിയിൽ കാണുക എന്നുള്ളത് ദാഹിയായ രൂപത്തിൽ കാണുന്നതിനേക്കാൾ പ്രിയപ്പെട്ടതാണ്. സഹാബാക്കളുടെ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ രീതിയും വിസ്മയകരമാണ്. അതിനുള്ള അവരുടെ തയ്യാറെടുപ്പിന്റെ രീതിയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷും ഹസ്രത്ത് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബിനെയും ഒരേ ഖബറിലാണ് മറയടക്കിയത്. ഹസ്രത്ത് ഹംസ ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷിന്റെ മാതൃ സഹോദരി ഭർത്താവായിരുന്നു. ഷഹാദത്ത് സമയത്ത് അങ്ങയുടെ പ്രായം 40 വയസ്സിൽ അല്പം കൂടുതലായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ സ്വത്തിന്റെ സംരക്ഷകനായി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ മകന് ഖൈബറിൽ സ്വത്ത് വാങ്ങി നൽകുകയും ചെയ്തു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷിന് അഭിപ്രായം പറയാൻ കഴിവുള്ള വ്യക്തി എന്ന നിലയിലും പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിനെ കുറിച്ച് ഏതെല്ലാം സഹാബാക്കളോടാണോ അഭിപ്രായം ചോദിച്ചത് അതിൽ അദ്ദേഹവും ഉൾപ്പെട്ടിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷിന്റെ സഹോദരിയുടെ സംഭവം വിവരിക്കുന്നു. അത് ചരിത്രത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. അത് അവിടുന്ന് തന്റെ വാക്കുകളിൽ ഇപ്രകാരം വിവരിച്ചു. ഈ യുദ്ധത്തിൽ, അതായത് ഉഹദ് യുദ്ധത്തിൽ നാം കാണുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതുവിധത്തിലാണ് ഉന്നതമായ ധൈര്യവും തന്റെ ഉന്നതമായ സ്വഭാവ ഗുണത്തിന്റെ
പ്രകടനവും കാണിച്ചത്. ആളുകളോടുള്ള അനുകമ്പ അവരുടെ ഹൃദയവികാരത്തെ മാനിച്ചു. ഈ യുദ്ധത്തിന്റെ അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങ് സ്വഭാവ ഗുണങ്ങളുടെ എത്രമാത്രം ഉന്നതമായ സ്ഥാനത്താണ് നിലകൊണ്ടിരുന്നത്. ഈ യുദ്ധത്തിൽ സഹാബാക്കളുടെ ഉദാഹരണങ്ങളില്ലാത്ത ത്യാഗങ്ങളെയും അറിയാൻ സാധിക്കുന്നു. അവിടുന്ന് എഴുതുന്നു, ഞാൻ ആ സമയത്തെ കാര്യമാണ് പറയുന്നത്. അവിടുന്ന് യുദ്ധം കഴിഞ്ഞപ്പോൾ മദീനയിലേക്ക് തിരിച്ചു വരികയായിരുന്നു. മദീനയിലെ സ്ത്രീകൾ അങ്ങയുടെ ഷഹാദത്തിന്റെ വാർത്ത കേട്ട് അസ്വസ്ഥരായിരുന്നു. ഇപ്പോൾ അവർ അങ്ങ് വരുന്നു എന്ന വാർത്ത കേട്ട് അങ്ങയെ സ്വീകരിക്കാൻ വേണ്ടി മദീനയ്ക്ക് പുറത്ത് അല്പം ദൂരത്തേക്ക് എത്തിയിരുന്നു. അവരിൽ അങ്ങയുടെ ഭാര്യ സഹോദരി സൈനബ് ബിൻത്ത് ജഹഷും ഉണ്ടായിരുന്നു. അവരുടെ വളരെ അടുത്ത 3 ബന്ധുക്കൾ യുദ്ധത്തിൽ ഷഹീദായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടപ്പോൾ പറഞ്ഞു, തങ്ങളുടെ മരിച്ചവരെ കുറിച്ച് ഖേദിക്കുക. ഇത് അറബി ഭാഷയിലുള്ള ഒരു ചൊല്ലാണ്. അതിന്റെ അർത്ഥം ഇതാണ്: ഞാൻ നിന്നെ അറിയിക്കുന്നു, നിന്റെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയിരിക്കുന്നു. സൈനബ് ബിൻത്ത് ജഹഷ് പറഞ്ഞു, യാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് മരിച്ച ആളെ കുറിച്ചാണ് ഞാൻ ഖേദിക്കേണ്ടത്? അവിടുന്ന് പറഞ്ഞു, നിന്റെ അമ്മാവൻ ഹംസ ഷഹീദായിരിക്കുന്നു. ഇത് കേട്ട് ഹദ്റത്ത് സൈനബ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തട്ടെ, അദ്ദേഹം എത്ര നല്ല മരണമാണ് വരിച്ചത്. അതിനുശേഷം അവിടുന്ന് പറഞ്ഞു, നിന്റെ മരിച്ച മറ്റൊരാളെ കുറിച്ച് കൂടി ഖേദിക്കുക. സൈനബ് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെക്കുറിച്ചാണ്? അവിടുന്ന് പറഞ്ഞു, നിന്റെ സഹോദരൻ അബ്ദുല്ല ബിൻ ജഹഷും ഷഹീദായിരിക്കുന്നു. സൈനബ് വീണ്ടും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലി. എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അദ്ദേഹം വളരെ നല്ല മരണമാണ് വരിച്ചത്. അവിടുന്ന് വീണ്ടും പറഞ്ഞു, സൈനബ്, നിന്റെ മരിച്ച ഒരാളെ കുറിച്ച് കൂടി ഖേദിക്കുക. അവർ ചോദിച്ചു, യാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെക്കുറിച്ചാണ്? അവിടുന്ന് പറഞ്ഞു, നിന്റെ ഭർത്താവും ഷഹീദായിരിക്കുന്നു. ഇത് കേട്ട് സൈനബിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഹാ, എത്ര ഖേദകരം. ഇത് കണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ, സ്ത്രീകൾക്ക് തങ്ങളുടെ ഭർത്താക്കന്മാരോട് എത്രമാത്രം ഗഹനമായ ബന്ധമാണുള്ളത്. ഞാൻ സൈനബിനോട് അവരുടെ അമ്മാവൻ ഷഹീദായി എന്ന് പറഞ്ഞപ്പോൾ അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലി. ഞാൻ അവരോട് അവരുടെ സഹോദരൻ ഷഹീദായ വാർത്ത പറഞ്ഞപ്പോൾ അപ്പോഴും അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലി. എന്നാൽ ഞാൻ അവരുടെ ഭർത്താവ് ഷഹീദായി എന്ന് വാർത്ത പറഞ്ഞപ്പോൾ അവർ ദുഃഖം നിറഞ്ഞ നിലയിൽ പറഞ്ഞു, വളരെ ഖേദകരം. അവർക്ക് അവരുടെ കണ്ണുനീർ തടയാൻ സാധിച്ചില്ല, പരിഭ്രമിച്ചു. പിന്നീട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീക്ക് അത്തരം സമയത്ത് തന്റെ പ്രിയപ്പെട്ട ബന്ധുക്കളെയും രക്തബന്ധുക്കളെയും മറക്കുന്നു, എന്നാൽ അവൾക്ക് സ്നേഹിക്കുന്ന ഭർത്താവ് ഓർമ്മ വരുന്നു. അതിനുശേഷം അവിടുന്ന് സൈനബിനോട് ചോദിച്ചു, നീ നിന്റെ ഭർത്താവിന്റെ മരണവാർത്ത കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഓ ഖേദകരം എന്ന് പറഞ്ഞത്? സൈനബ് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, എനിക്ക് അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് ഓർമ്മ വന്നു. അവനെ ആരാണ് പരിപാലിക്കുക? ഇവിടെ ഭർത്താവിനോടുള്ള സ്നേഹം, ഒന്നാമതായി ഭർത്താവ് സ്നേഹിക്കുന്ന ആളായിരിക്കണം, എങ്കിൽ ഭാര്യ ഓർക്കുന്നു. എന്നാൽ മക്കളെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു അതിന്റെ പ്രകടനമാണ് അവർ നടത്തിയത്. ഇതിൽ ഇന്നത്തെ പുരുഷന്മാർക്കും പാഠമുണ്ട്, സ്ത്രീകൾക്കും പാഠമുണ്ട്. സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരായി മാറുക. സ്ത്രീകൾ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുന്ന മാതാക്കളായി മാറുക. സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരായി തീരുന്നതിനു വേണ്ടി ഭാര്യയോടും കുട്ടികളോടുമുള്ള കടമകൾ നിറവേറ്റേണ്ട ആവശ്യമുണ്ട്. ഇതിനെക്കുറിച്ച് ഈ കാലത്ത് വളരെയധികം പരാതികൾ ലഭിക്കുന്നു. കടമകൾ നിറവേറ്റപ്പെടുന്നില്ല. പിന്നീട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം മനോഹരമായ നിർദ്ദേശമാണ് നൽകിയത്. അവിടുന്ന് പറഞ്ഞു, സൈനബിനോട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അള്ളാഹു ഇവർക്ക് നിന്റെ ഭർത്താവിനേക്കാൾ സംരക്ഷിക്കുന്ന ഒരാളെ നൽകട്ടെ, അതായത് കുട്ടികളെ പരിപാലിക്കുന്ന ഉന്നതനായ ഒരാൾ ഉണ്ടാകട്ടെ. അങ്ങനെ ഈ ദുആയുടെ ഫലം ആയിരുന്നു സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹം ഹസ്രത്ത് ത്വൽഹയുമായി നടന്നു. അവർക്ക് മുഹമ്മദ് ബിൻ ത്വൽഹ എന്ന ഒരു കുട്ടിയുണ്ടായി. എന്നാൽ ചരിത്രത്തിൽ പരാമർശം നമുക്ക് കാണാം, ഹസ്രത്ത് ത്വൽഹ തന്റെ മകൻ മുഹമ്മദിനോട് ഇത്രമാത്രം സ്നേഹവും ലാളനയും കാണിച്ചിരുന്നില്ല, എത്രത്തോളമാണോ സൈനബിന്റെ ആദ്യത്തെ മക്കളോട് കാണിച്ചിരുന്നത്. ആളുകൾ പറയുമായിരുന്നു, മറ്റാരുടെയെങ്കിലും മക്കളെ ഇത്ര സ്നേഹത്തോടെ വളർത്തുന്ന ഒരാൾ ത്വൽഹയേക്കാൾ വലുതായി ആരും തന്നെയില്ല.
ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയുടെ ഫലമായിരുന്നു. രണ്ടാമത്തെ സഹാബി ഹസ്രത്ത് കഅബ് ബിൻ സയ്ദ് ആണ്. അങ്ങയുടെ പേര് കഅബ് ബിൻ സയ്ദ് ബിൻ ഖൈസ് ബിൻ മാലിക് എന്നായിരുന്നു. ബനു നജ്ജാർ ഗോത്രവുമായിട്ടായിരുന്നു അങ്ങയുടെ ബന്ധം. ഹസ്രത്ത് കഅബ് റളിയല്ലാഹു തആല അൻഹുവിന് ബദറിൽ ഹാജരായി, ഖന്ദഖ് യുദ്ധത്തിൽ ഷഹീദായി. പറയുന്നു, അങ്ങയെ ഉമയ്യ ബിൻ റബിയയുടെ അമ്പ് ഏറ്റു. അദ്ദേഹം ബിറെ മഊനയിലെ അസ്ഹാബിൽപ്പെട്ട ആളായിരുന്നു. അവിടെ വെച്ച് ഇദ്ദേഹത്തിന്റെ എല്ലാ സുഹൃത്തുക്കളും ഷഹീദായിരുന്നു. കേവലം ഇദ്ദേഹം മാത്രമാണ് ജീവനോട് ബാക്കിയായത്. ബിറെ മഊന എന്ന് പറയുന്നത് ആ സ്ഥലം ആണ്. അവിടേക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗോത്രം പറഞ്ഞതനുസരിച്ച് തന്റെ 70 സഹാബാക്കളെ അയച്ചു. അതിൽ ഒരുപാട് പേർ ഹാഫിലെ ഖുർആനും ഖാരിയും ആയിരുന്നു. അവർ വഞ്ചനയിലൂടെ അവരെ എല്ലാവരെയും വധിച്ചു കളഞ്ഞു, ഹസ്രത്ത് കഅബ് ഒഴികെ. അദ്ദേഹം ബിറെ മഊന സംഭവത്തിൽ ജീവനോടെ രക്ഷപ്പെടാനുള്ള കാരണം അദ്ദേഹം ഒരു മലക്ക് മുകളിൽ കയറിയിരുന്നു. ചില നിവേദനങ്ങളിൽ നിഷേധികൾ ആക്രമിച്ച അങ്ങയെയും കഠിനമായ നിലയിൽ പരിക്കേൽപ്പിച്ചിരുന്നു. അവർ മരിച്ചു എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയതായിരുന്നു. എന്നാൽ അപ്പോൾ അങ്ങയിൽ ജീവൻ ബാക്കിയുണ്ടായിരുന്നു. അതിനുശേഷം അങ്ങ് മദീനയിലെത്തി. പിന്നീട് അദ്ദേഹത്തിന് ജീവിതവും ലഭിച്ചു. ഏതായിരുന്നാലും അദ്ദേഹം സുഖം പ്രാപിച്ചു. മൂന്നാമത്തെ ആൾ ഹസ്രത്ത് സാലിഹ് ശുക്രാൻ ആണ്. അദ്ദേഹത്തിന്റെ പേര് സാലിഹ് എന്നായിരുന്നു. സ്ഥാനപ്പേര് ശുക്രാൻ എന്നായിരുന്നു. ഈ പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഹസ്രത്ത് സാലിഹ് ശുക്രാൻ ഹസ്രത്ത് അബ്ദുല്ല ബിൻ ഔഫിന്റെ നീഗ്രോ വംശത്തിൽപ്പെട്ട അടിമയായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തെ തന്റെ സേവനത്തിനായി ഇഷ്ടപ്പെട്ടു. ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിൽ നിന്ന് വില കൊടുത്തു വാങ്ങി. മറ്റു ചില നിവേദനങ്ങൾ അനുസരിച്ച് ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഒരു വിലയും വാങ്ങാതെ അദ്ദേഹത്തെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാണിക്കയായി നൽകി. ഹസ്രത്ത് സാലിഹ് ശുക്രാൻ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ഇദ്ദേഹം അടിമയായിരുന്നതുകൊണ്ട് അതുവരെ സ്വതന്ത്രനായിരുന്നില്ല. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഭാഗം നിശ്ചയിച്ചിരുന്നില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സാലിഹ് ശുക്രാനെ തടവുകാരുടെ മേൽനോട്ടക്കാരനായി നിശ്ചയിച്ചു. ഹസ്രത്ത് സാലിഹ് ശുക്രാൻ ഏതെല്ലാം തടവുകാരെയാണ് നോക്കിയിരുന്നത്, അവർ പകരം സ്വയം നഷ്ടപരിഹാരം നൽകിയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് യുദ്ധമുതലിനേക്കാൾ കൂടുതൽ ധനം ലഭിക്കുകയുണ്ടായി. യുദ്ധത്തിൽ ഭാഗം ലഭിച്ചില്ല, എന്നാൽ ഈ മേൽനോട്ടം കാരണം യുദ്ധമുതലിനേക്കാൾ കൂടുതൽ ധനം അദ്ദേഹത്തിന് ലഭിച്ചു. ബദർ യുദ്ധത്തിനു ശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി. ഹസ്രത്ത് ജാഫർ ബിൻ മുഹമ്മദ് സാദിഖ് പറയുന്നു, ഹസ്രത്ത് ശുക്രാൻ അഹ്ലെ സുഫയിൽപ്പെട്ട ആളായിരുന്നു. അവരിൽപ്പെട്ട ആളായിരുന്നു. ആരാണോ എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിൽക്കൽ ഇരുന്നിരുന്നത്. ഹസ്രത്ത് ശുക്രാൻ ഈ ഭാഗ്യം ലഭിച്ചു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കുളിപ്പിക്കുവാനും കബറടക്കുന്നവരിലും ഉൾപ്പെട്ടു. ഹസ്രത്ത് ഇബ്നു അബ്ബാസ് പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങയുടെ കമീസിൽ തന്നെയാണ് കുളിപ്പിച്ചത്. അങ്ങയുടെ ഖബറിൽ ഹസ്രത്ത് അലി, ഹസ്രത്ത് ഫസൽ ബിൻ അബ്ബാസ്, ഹസ്രത്ത് ഖുസം ബിൻ അബ്ബാസ്, ഹസ്രത്ത് ശുക്രാൻ, ഹസ്രത്ത് ഓസ് ബിൻ ഖവലിയും പ്രവേശിച്ചു. ഹസ്രത്ത് ശുക്രാൻ ഇതിനെക്കുറിച്ച് പ്രകാരം പറയുന്നു, അള്ളാഹുവാണ് സത്യം, ഞാനാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താഴെ ഖബറിൽ വെൽവെറ്റ് പുതപ്പ് വിരിച്ചത്. സഹീഹ് മുസ്ലിമിലെ റിവായത്ത് അനുസരിച്ച് അത് ചുവന്ന നിറത്തിലുള്ള ഒരു വെൽവെറ്റ് പുതപ്പായിരുന്നു. ആ പുതപ്പ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഹസ്രത്ത് ശുക്രാൻ വിവരിക്കുമായിരുന്നു, ഞാൻ ഈ കാര്യം ഇഷ്ടപ്പെട്ടില്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മറ്റാരെങ്കിലും ഈ പുതപ്പ് പുതക്കുക എന്നത്. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പുതപ്പ് പുതക്കുകയും വിരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. മുറൈസി യുദ്ധത്തിന്റെ അവസരത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ശുക്രാനെ തടവുകാരുടെയും
മുറൈസിക്കാരുടെ ക്യാമ്പിൽ നിന്ന് ലഭിച്ച ധനവും സമ്പത്തും ആയുധവും മൃഗങ്ങളുടെയും മേൽനോട്ടക്കാരനായി നിശ്ചയിച്ചു. വളരെ വിശ്വസ്തനായ ആളായിരുന്നു. അതുകൊണ്ടാണ് മേൽനോട്ടം ഏൽപ്പിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് പരാമർശം കാണാം. ഹസ്രത്ത് ഉമർ ഹസ്രത്ത് ശുക്രാന്റെ മകനെ അബ്ദുറഹ്മാൻ ബിൻ ശുക്രാനെ ഹസ്രത്ത് അബു മൂസ അഷ്അരിയുടെ അടുത്തേക്ക് അയച്ചു. അപ്പോൾ എഴുതി, ഞാൻ താങ്കളുടെ അടുത്തേക്ക് ഒരു സാലിഹായ ആളെ അബ്ദുറഹ്മാൻ ബിൻ സാലിഹ് ശുക്രാനെ അയക്കുന്നു. അദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വതന്ത്രനാക്കപ്പെട്ട അടിമയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ ഇദ്ദേഹത്തിന്റെ പിതാവിനുണ്ടായിരുന്ന സ്ഥാനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഇദ്ദേഹത്തോട് പെരുമാറണം. ഈ ഒരു സ്ഥാനമാണ് ഇസ്ലാം അടിമകൾക്ക് പോലും നൽകിയത്. അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയെന്ന് മാത്രമല്ല, മറിച്ച് അവരുടെ മക്കളും ബഹുമാന്യരായി ഗണിക്കപ്പെട്ടു. ഒരു റിവായത്ത് ഇപ്രകാരം ഉണ്ട്: ഹസ്രത്ത് ശുക്രാൻ മദീനയിൽ താമസമാക്കിയിരുന്നു. അദ്ദേഹത്തിന് ഒരു വീട് ബസ്രയിലും ഉണ്ടായിരുന്നു. ഹസ്രത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അദ്ദേഹം വഫാത്തായി. അടുത്ത സ്മരണ ഹസ്രത്ത് മാലിക് ബിൻ ദുഖ്ഷമിനെ കുറിച്ചാണ്. ഇദ്ദേഹത്തിന്റെ ബന്ധം ഖിദ്രിജ് ഗോത്രത്തിലെ ബനു ഗനം കുടുംബത്തിലെ കഅബ് ബിൻ ഔസുമായിട്ടായിരുന്നു. അങ്ങേക്കൊരു മകൾ ഉണ്ടായിരുന്നു. അവരുടെ പേര് ഖുറയ്യ എന്നായിരുന്നു. പണ്ഡിതന്മാർക്ക് ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹസ്രത്ത് മാലിക് ബിൻ ദുഖ്ഷം ബൈത്തെ ഉഖ്ബയിൽ പങ്കെടുത്തിരുന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇബ്നു ഇസ്ഹാഖും മൂസ ബിൻ ഉഖ്ബയും അഭിപ്രായത്തിൽ അവിടുന്ന് ബൈത്തെ ഉഖ്ബയിൽ പങ്കെടുത്തിരുന്നു. ഏതായിരുന്നാലും പണ്ഡിതന്മാരുടെ ഇടയിൽ ഈ തർക്കം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഹസ്രത്ത് മാലിക് ബിൻ ദുഖ്ഷം ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, ഖന്തക് യുദ്ധം, അതിനുശേഷമുള്ള എല്ലാ യുദ്ധങ്ങളിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. സുഹൈൽ ബിൻ അംർ ഖുറൈശികളുടെ വലിയ നേതാവായിരുന്നു. അയാൾ ബദർ യുദ്ധത്തിൽ മുശ്രിക്കീങ്ങളുടെ ഭാഗത്ത് നിന്ന് പങ്കെടുത്തു. അയാളെ ഹസ്രത്ത് മാലിക് ബിൻ ദുഖ്ഷം തടവിലാക്കി. റിവായത്തിൽ വരുന്നു, അംർ ബിൻ സഅദ് തന്റെ പിതാവ് ഹസ്രത്ത് സഅദ് ബിൻ അബി വക്കാസിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഞാൻ ബദർ യുദ്ധത്തിൽ സുഹൈൽ ബിൻ അംറിനെ അമ്പെയ്തു. അതുമൂലം അയാളുടെ ഞരം പറ്റുപോയി. ഞാൻ ഒഴുകിയ രക്തത്തിന്റെ തുള്ളിയുടെ പാടുകളിലൂടെ നടന്നുപോയി. ഞാൻ കണ്ടു ഹസ്രത്ത് മാലിക് ബിൻ ദുഖ്ഷം അയാളെ നെറ്റിയുടെ മുടിയിൽ പിടിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇത് എന്റെ തടവ് പുള്ളിയാണ്, ഞാനാണ് അയാൾക്ക് അമ്പെയ്തത്. എന്നാൽ ഹസ്രത്ത് മാലിക് പറഞ്ഞു, ഇത് എന്റെ തടവ് പുള്ളിയാണ്, ഞാനാണ് അയാളെ പിടിച്ചത്. പിന്നീട് ഇവർ രണ്ടുപേരും സുഹൈലിനെയും കൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരായി. അവിടുന്ന് സുഹൈലിനെ അവർ രണ്ടുപേരിൽ നിന്നും വാങ്ങി. റൗല എന്ന സ്ഥലത്ത് വെച്ച് സുഹൈൽ ഹസ്രത്ത് മാലിക് ബിൻ ദുഖ്ഷന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഹസ്രത്ത് മാലിക് ആളുകളോട് ഉയർന്ന ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. അയാളെ അന്വേഷിച്ചു പുറപ്പെട്ടു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസരത്തിൽ പറഞ്ഞു, ആർക്കാണോ അയാളെ ലഭിക്കുന്നത് അയാളെ വധിച്ചുകൊള്ളുക. യുദ്ധം നടക്കുകയാണ്. യുദ്ധം ചെയ്യാനായി വന്നതായിരുന്നു. മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്തു, തടവുപുള്ളിയായി. പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. വീണ്ടും അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഏതായിരുന്നാലും യുദ്ധ തടവുകാരൻ ആയിരുന്നു. അയാൾക്ക് വേണ്ടിയാണ് ഈ കൽപ്പന ഉണ്ടായത്. എന്നാൽ അയാളുടെ ജീവൻ രക്ഷപ്പെടേണ്ടിയിരുന്നു. സുഹൈൽ ബിൻ അംർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് തന്നെയാണ് ലഭിച്ചത്. മറ്റാർക്കെങ്കിലും കിട്ടുന്നതിനു പകരം അങ്ങേക്ക് തന്നെ ലഭിച്ചു. എന്നാൽ ലഭിച്ചപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വധിച്ചില്ല. മറ്റേതെങ്കിലും സഹാബിയുടെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ വധിച്ചു കളയുമായിരുന്നു. എന്നാൽ അയാളെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ലഭിച്ചത്. അതുകൊണ്ട് അങ്ങ് വധിച്ചു കളഞ്ഞില്ല. ഈ മാതൃകയാണ്, അതിനുള്ള മറുപടിയാണ് ആ അക്രമികൾക്ക്. ആരാണോ ഈ ആരോപണം ഉന്നയിക്കുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അക്രമം കാണിച്ചുവെന്ന്, കൊലയും നടത്തിയെന്ന്, കൊല ചെയ്തതിന് ശിക്ഷ നൽകിയ ആളെപ്പോലും അങ്ങ് കണ്ടപ്പോൾ വിധിയും പുറപ്പെടുവിച്ചു കഴിഞ്ഞ ആളായിരുന്നു. അവിടുന്ന് അയാളെ വധിച്ചില്ല. ഒരു റിവായത്ത് അനുസരിച്ച് സുഹൈലിനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കേഷ്യ വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് ലഭിച്ചത്. അവിടുന്ന് കൽപ്പിച്ചു, ഇയാളെ പിടിക്കുക, അയാളുടെ കൈ കഴുത്തുമായി കൂട്ടിക്കെട്ടുക.
അങ്ങനെ അതായത് തടവിലാക്കി. സഹി ബുഖാരിൽ ഈ നിവേദനമുണ്ട്. ഹദ്റത്ത് ഉഖ്ബ ബിൻ മാലിക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. ഹസ്രത്ത് ഉഖ്ബ ബിൻ മാലിക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അൻസാരി സഹാബാക്കളിൽപ്പെട്ട ആളായിരുന്നു. ആരാണോ ബദറിൽ പങ്കെടുത്തത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, എന്റെ കാഴ്ചശക്തി ബലഹീനമായിരിക്കുന്നു. ഞാൻ എന്റെ സമുദായത്തെ നമസ്കരിപ്പിക്കാറുണ്ട്. മഴ ഉണ്ടാകുമ്പോൾ എനിക്കും അവർക്കും ഇടയിലുമുള്ള കനാലിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. എനിക്ക് അവരുടെ പള്ളിയിൽ ചെന്ന് നമസ്കരിക്കാൻ സാധിക്കുന്നില്ല. യാ റസൂലുള്ളാഹ്, എന്റെ ആഗ്രഹമാണ് താങ്കൾ എന്റെ പക്കൽ വന്നാലും എന്റെ വീട്ടിൽ നമസ്കരിച്ചാലും എനിക്കതിനെ പള്ളിയാക്കുകയും ചെയ്യാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻഷാ അല്ലാഹ്, ഞാൻ വരുന്നതാണ്. അദ്ദേഹം പറയുമായിരുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹും രാവിലെ സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ എന്റെ അവിടെ വന്നു. ഒരു ദിവസം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം ചോദിച്ചു. ഞാൻ അങ്ങേക്ക് അനുവാദം നൽകി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പ്രവേശിച്ചപ്പോൾ ഇരുന്നില്ല, മറിച്ച് ചോദിച്ചു, നീ നിന്റെ വീടിന്റെ എവിടെയാണ് നമസ്കരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ വീടിന്റെ ഒരു കോണിലേക്ക് അങ്ങ് കാണിച്ചു. എന്നിട്ട് അങ്ങയോട് പറഞ്ഞു, ഇവിടെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിനായി നിന്നു. അവിടെ വെച്ച് നമസ്കരിച്ചു. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ഞങ്ങളും എഴുന്നേറ്റ് നിന്നു, സഫായി നിന്നു. അവിടുന്ന് 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് സലാം വീട്ടി. റാവി പറയുന്നു, ഞാൻ അങ്ങേക്ക് കസീറ, അതായത് ആട്ട കൊണ്ടും മാംസം കൊണ്ടും തയ്യാറാക്കിയ ഭക്ഷണം സമർപ്പിച്ചു. സമർപ്പിക്കുന്നതിനു വേണ്ടി അങ്ങേ തടഞ്ഞു നിർത്തി. ഞങ്ങൾ അത് അങ്ങേക്ക് വേണ്ടി തയ്യാറാക്കിയതായിരുന്നു. റാവി പറയുന്നു, വീട്ടിൽ മുഹല്ലയിലെ മറ്റു ചില ആളുകളും വന്നിരുന്നു. ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോൾ അതിൽ പറഞ്ഞ ഒരാൾ പറഞ്ഞു, മാലിക് ബിൻ ദുഖ്ഷം എവിടെയാണ്? അതിൽ മറ്റൊരാൾ പറഞ്ഞു, അയാൾ മുനാഫിക്കാണ്, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും സ്നേഹമില്ല. ആ പ്രദേശത്ത് താമസിക്കുന്ന ആളായിരുന്നു. പക്ഷേ വരാതിരുന്നത് കൊണ്ടായിരിക്കും പറഞ്ഞത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറയരുത്. നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നില്ലേ? അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഏറ്റു പറയുന്നു. ഇത് മുഖേന അള്ളാഹുവിന്റെ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നത്. ആ പറയുന്ന വ്യക്തി പറഞ്ഞു, അള്ളാഹുവും അവന്റെ റസൂലുമാണ് ഏറ്റവും നല്ല നിലയിൽ അറിയുന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയും നന്മയും ആഗ്രഹിക്കുന്നത് കാണുന്നത് മുനാഫിക്കീങ്ങൾക്ക് വേണ്ടിയാണ്. ഒരുപക്ഷെ ഹൃദയത്തിന്റെ നിർമ്മലത കാരണം അദ്ദേഹം ആഗ്രഹിക്കുമായിരുന്നു മുനാഫിക്കീങ്ങൾക്കും തബ്ലീഗ് ചെയ്യണം, അവരെയും ഇസ്ലാമിലേക്ക് അടുത്തു കൊണ്ടുവരണമെന്ന്. അതുകൊണ്ടാണ് അനുകമ്പയും കാണിച്ചിരുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിശ്ചയമായും ആ വ്യക്തിയുടെ മേൽ അഗ്നി ഹറാമാക്കിയിരിക്കുന്നു, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നേറ്റു പറഞ്ഞത്. എന്നാൽ അയാൾ ഈ പ്രതിജ്ഞയിൽ നിന്ന് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കണം എന്ന നിബന്ധന മാത്രം. ഇതാണ് ആ നാമധാരികളായ പണ്ഡിതന്മാർക്കുള്ള മറുപടി. ആരാണോ കുഫറിന്റെ ഫത്വ പുറപ്പെടുവിക്കുന്നത്, പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഹമ്മദികളുടെ മേൽ അക്രമം ചെയ്യുന്നവർ, ഈ നാമധാരികളായ പണ്ഡിതന്മാരുടെ ഈ ഫത്വകളാണ് മുസ്ലിം രാജ്യങ്ങളിലെ സമാധാനം നശിപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിൽ ഈ കാലത്ത് ഒരു സംഘടന ഉണ്ടായിട്ടുണ്ട്, ലബ്ബൈക് യാ റസൂലുള്ളാഹ്. അവർ മുദ്രാവാക്യം വിളിക്കുന്നു. എന്നാൽ ലബ്ബൈക് യാ റസൂലുള്ളാഹ് എന്ന് പറയുന്നത് ഇതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം ഇതാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആളെ നിങ്ങൾ മുസ്ലിം അല്ല എന്ന് പറയരുത്. അള്ളാഹു അയാളുടെ മേൽ അഗ്നി ഹറാമാക്കിയിരിക്കുന്നു. അഥവാ അയാൾ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇവർ പറയുന്നു, എന്നാൽ അങ്ങനെയല്ല, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടല്ല പറയുന്നത്. ഹൃദയത്തിന്റെ അവസ്ഥ അവർക്കറിയാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ കാര്യങ്ങൾ അറിയുന്നവരാണ് അവർ. അള്ളാഹു ഈ ആളുകളിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷിച്ചു നിർത്തട്ടെ. മറ്റൊരു റിവായത്തിലുണ്ട്, ഹദ്റത്ത് ഉഖ്ബാൻ ബിൻ മാലിക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹദ്റത്ത് മാലിക് ബിൻ ദുഖ്ഷം മുനാഫിക്കാണ്. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സാക്ഷ്യം വഹിക്കുന്നില്ലേ? ഉഖ്ബാൻ മറുപടി പറഞ്ഞു, എന്തുകൊണ്ടില്ല, എന്നാൽ അദ്ദേഹത്തിന്റെ സാക്ഷ്യം ഒന്നും തന്നെയല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അദ്ദേഹം നമസ്കരിക്കാറില്ലേ? അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ടില്ല, വലാ സലാത്തല, എന്നാൽ അദ്ദേഹത്തിന് നമസ്കാരം ഒരു നമസ്കാരമല്ല. ഒരുപക്ഷെ അവരിലും ഇന്നത്തെ മൗലവിമാരെ പോലുള്ള കാഠിന്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ചില ആളുകളിൽ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവർ തന്നെയാണ് ആ ആളുകൾ. അവരെക്കുറിച്ച് അള്ളാഹു എനിക്ക് തന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിന്റെ അവസ്ഥ കേവലം അള്ളാഹുവിന് മാത്രമാണ് അറിയുക.
റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തിൽ വിലക്കി. എന്നാൽ ഈ ഉലമ പറയുന്നതനുസരിച്ച് ഇവരുടെ പക്കൽ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഈ ലൈസൻസ് ഉണ്ട്. അള്ളാഹുവിന്റെ പേരിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഇവർ അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാനി ഉലമ. ഹദ്റത്ത് അനസ് ബിൻ മാലിക് റിവായത്ത് ചെയ്യുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് മാലിക് ബിൻ ദുഖ്ഷമിനെ കുറിച്ച് മോശമായി പറയുകയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബാക്കളെ കുറിച്ച് ചീത്ത പറയരുത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മദീനയിൽ നിന്ന് അല്പം ദൂരത്തിൽ ഒരു സ്ഥലത്ത് ദി അവാനിൽ താമസിച്ചു. അപ്പോൾ അങ്ങേക്ക് മസ്ജിദ് ലിറാറിനെ കുറിച്ച് വഹി ഇറങ്ങി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് മാലിക് ബിൻ ദുഖ്ഷമിനെയും ഹദ്റത്ത് ഉസ്മാൻ ബിൻ അദിയെയും വിളിപ്പിച്ചു. എന്നിട്ട് മസ്ജിദ് ലിറാറിലേക്ക് പോകാനായി നിർദ്ദേശിച്ചു. ഹദ്റത്ത് മാലിക് ബിൻ ദുഖ്ഷമും ഹദ്റത്ത് ഉസ്മാൻ ബിൻ അദിയും വേഗത്തിൽ ബനു സാലിം ഗോത്രത്തിലെത്തി. അത് മാലിക് ബിൻ ദുഖ്ഷമിന്റെ ഗോത്രം ആയിരുന്നു. ഹദ്റത്ത് മാലിക് ബിൻ ദുഖ്ഷം ഉസ്മാനോട് പറഞ്ഞു, എനിക്ക് അല്പം അവധി നൽകിയാലും ഞാൻ വീട്ടിൽ പോയി തീ കൊണ്ടുവരട്ടെ. അങ്ങനെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഈന്തപ്പനയുടെ ഉണങ്ങിയ ഓലയിൽ തീ കത്തിച്ചു കൊണ്ടുവന്നു. പിന്നീട് അവർ രണ്ടുപേരും മസ്ജിദ് ലിറാറിലേക്ക് പോയി. എന്നാൽ ഒരു റിവായത്തിൽ അനുസരിച്ച് മഗ്രിബ് ഇശാ നമസ്കാരത്തിനിടയിലുള്ള സമയത്താണ് അവർ അവിടെ എത്തിയത്. അതിന് തീയിട്ടു, അതിനെ തകർത്ത് കളഞ്ഞു. കുറച്ച് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. കാരണം സഹാബാക്കളെ കുറിച്ച് നമുക്ക് തെറ്റിദ്ധാരണ വെച്ച് പുലർത്താൻ സാധ്യമല്ല. ഈ ചിന്താഗതി ഇദ്ദേഹം തെറ്റായ മാർഗത്തിലാണ് ചരിക്കുന്നത്. ഏതുവരെ എന്നാൽ അദ്ദേഹത്തെ മുനാഫിക് എന്ന് പറഞ്ഞു. എന്നാൽ ഇദ്ദേഹം തന്നെ പിന്നീട് മുനാഫിക്കങ്ങളുടെ കേന്ദ്രം നശിപ്പിക്കുന്ന ആളായി മാറി, അവരെ നശിപ്പിക്കുന്ന ആളായി മാറി. അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് അള്ളാഹു ഈ സഹാബാക്കളുടെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. നമുക്കും ആത്മപരിശോധന നടത്താനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. എന്താണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ, എത്രത്തോളം നാം അതനുസരിച്ച് പൂർത്തിയാക്കുന്നവർ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله